എടാ വിനായക, എന്റെ പൊന്ന്, എടാ വിനായക, എടാ പൊട്ട, എന്നെ അടിക്കല്ലേ, നിന്റെ പെണ്ണിന് ആ മുട്ട കേറി. ഇവനോട് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും? എടാ നിന്റെ പെണ്ണില്ലേ, നീ കെട്ടാൻ പോണ പെണ്ണ്, അവൾ ആ മുട്ട കേറി പിടിക്കണ്. വേഗം ചെന്ന് രക്ഷിക്കടാ പാവത്തിന്, വേഗം ചെല്ല്. என்ன பிரச்சனை? அந்த மாதிரி சண்டை போடுறதுக்கு என்ன பிரச்சனை? சொல்லு, சொல்றா. நான் எப்பவும் சொல்லி இருக்கல, அவர் எங்க போனாலும் கூட இருக்கணும்னு. என்ன பேச்சு வரலையா? என்னடா தெரியாதா? அவ ஒண்ணும் சொல்லாம போயிட்டேன். தெரிஞ்சிருந்தா நாங்களும் கூட போயிருப்பேன். இது நாட்டிலே ஆகோ பிரச்சனை. நாட்டில என்ன? என்னடா யாருக்கு ஒண்ணும் தெரியலையா? அவன் எங்க இருக்கா? என்னடா சந்தேகப்பட்டு நிக்கிறேன்? வாசவன் எங்க தெரியாதா? தெரியும். சிங்காரம் வண்டி எடு. சரிம்மா. എന്നാലും அந்த பொட்டை இந்த மாதிரி மதிச்சிட்டே. ஐயோ, இங்க நல்ல ஸ்பேஸ் இருந்ததுனால அவன் ஏறி விளையாடிட்டே. எல்லாம் என் கையால கொள்ளுது, நுறுங்கி போயாச்சு. என்ன ஊத்தடி? சுடு எண்ணெய் எடுத்து என் கை மேலேயே ஊத்துது. ஐயா மேல தானே ஊத்த வேண்டது. அப்பா, என் கையெல்லாம் எரியுது. ஏன் ஸ்லிப் ஆகுதே? இந்த உடம்பு பார்த்தா எவனுக்கும் ஆசை வரும். முட்டாய் தெருவிலே அல்வா மாதிரி இருக்கு. ஊத்து, என்ன ஊத்து? என்னடி அளவு கட்ட முண்டம்? நீதி கலையுதையா. சிங்காரம், நீ போ. அந்த காட்டு முக்கி போய் உத வாங்கி வந்திருக்கு. சிங்காரம், அம்மா எல்லாருமே கூப்பிடு. இவங்க வேதனை எல்லாமே கடல் கடந்து போணும். ஆட்டம் பாட்டும்
ஏதாவது செய். ശരിയമ്മ. നീ ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്കും ശങ്കര. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? ആ ഇനി അവൻ വലിയ കുഴപ്പത്തിനൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി അടിയല്ലേ അടിച്ചേക്കുന്നേ. ഒരു കണക്കിലെ നന്നായി. ചിലപ്പോ ഇതോടെ അവന്റെ നാട്ടിലെ വെളച്ചിൽ അവസാനിക്കുമല്ലോ. എനിക്ക് എന്തോ വല്ലാത്തൊരാധിയ. എന്റെ കൊച്ചിന്റെ പേരും പറഞ്ഞ് അവൻ എന്നിലും തുടങ്ങിയതല്ല. അതൊന്നും കാര്യാക്കണ്ട. നീ ആ പിള്ളേരോട് ചോദിച്ച ഒരു തീയതി നിശ്ചയിക്ക്. നമുക്ക് ഈ കല്യാണം ഗംഭീരമായിട്ട് നടത്തണം, ഒരു കുറവുമില്ലാതെ. അതിന് പിള്ളേരെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തുള്ള ഏറ്റവും നല്ല മുഹൂർത്തം നോക്കുക, ഉറപ്പിക്കുക. അത് മതി. എന്നാലും അവരോടൊന്നും ചോദിക്കണ്ടേ? അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കണ്ടേ? ഇതിൽ എന്താ അഭിപ്രായം? കൊച്ചിലേ മുതൽ എല്ലാരും ഉറപ്പിച്ചതല്ലേ. ഹ, നീ തീയതി കുറിക്കടാ. ബാക്കി ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. അടിച്ചു പൊളിക്കണം നമുക്ക് ഈ കല്യാണം, അല്ലേ വേലപ്പ? പിന്നെ അല്ലാതെ. ഇന്നാ വേണേ കുടി. നിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ല മോളെ. രക്ഷിക്കാൻ അധികാരമുള്ളവർക്ക് ശിക്ഷിക്കാനും അധികാരമുണ്ടല്ലോ. അതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ വായി തോന്നിയതൊക്കെ പറഞ്ഞു. ശരിയാ, കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ മോളെ. അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നെ ഉപദ്രവിച്ചിട്ടല്ലേ ചോദിക്കാൻ ചെന്നേ? പേടി കൊണ്ടാ മോളെ. ഓ, എന്നിട്ടിപ്പോ പേടിയൊക്കെ പോയോ? ഉം. ചെല്ലു ചെല്ലു. മോനെ മോനെ എടാ. അയ്യോ, എന്തൊരു പുന്നാരിപ്പ്. എടി, എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. നീ ഇവനോട് ഒന്ന് പറഞ്ഞടി. ഇത്രയും നേരം ഇവൻ എന്നോട് പിണങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ആണോ? എങ്കിൽ കണക്കായി പോയി. എടി ഒന്ന് പറയടി. പറ മോളെ. അപ്പൊ ശങ്കരൻകുട്ടി ശരിക്കും തോറ്റു. തോറ്റു, 100 വട്ടം തോറ്റു. അതുകൊണ്ട് കാര്യമില്ല. തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം. ഏത്തോട്? ഏത്തോ? ആ, ഏത്തം. ഏത്തങ്കി ഏത്തം. ആ, 1 2 3 4. എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇവനെ ചീത്ത വിളിച്ചത് എന്നാവും മക്കൾ കരുതിയതല്ലേ? ശിവൻ കോയിലിൽ നിന്ന് കൈ കിട്ടിയെന്ന് മുതല് ഒരു ഇറുക്കിലി എടുത്ത് അടിച്ചിട്ടുണ്ടോ ഇവനെ? ഇവന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? അന്യനായിട്ടല്ലോ, എന്റെ മോനായിട്ടല്ലേ ഞാൻ വളർത്തിയത്, എന്റെ അപ്പുമായിട്ട്. മതി, ഇതിന്റെ പേരിലെ അമ്മാമയ്ക്ക് ഇനി ആദ്യം പിടിക്കാൻ വയ്യ. ഇവന്റെ ചിറകിലാകുമ്പോ എന്റെ മോക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. എന്താ അമ്മാമ്മ ഇത് തീരുമാനിക്കട്ടെ. കുട്ടിക്കളിയൊക്കെ മതി. ഇനി മുതല് ഈ കുടുംബം നോക്കേണ്ടത് മോനാ. നിന്റെയും ഇവളുടെയും കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ. എന്താ നിന്റെ അഭിപ്രായം? എന്താ? അപ്പൊ ഉറപ്പിച്ചു. വിനുവേട്ടാ, നിക്ക്. നിക്ക് വിനുവേട്ടാ. ഏയ്, അമ്മു വാ. എന്താ എന്താ വിളിച്ചേ? ഒന്നോട് പറഞ്ഞേ. അമ്മു ദാ കണ്ടോ, ആകാശത്ത് അപ്പുപന്താടി പോലെ മേഘത്തുണ്ടുകൾ. എന്തു ഭംഗിയല്ലേ? Ha ha ha.